പടം അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. ക്ലൈമാക്സ് എങ്ങനെയും കഴിഞ്ഞാൽ ഇറങ്ങി വന്നാൽ മതി എന്നായിരുന്നു തോന്നുന്നില്ല. പാസം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സിനിമകളും ഉണ്ട്, വലിമയിലുണ്ട്. അധികം പറയുന്നില്ല എന്നെ. അടിപൊളി. വില ആവറേജ്. കാരണം നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്നു, അവസാനം എന്താ പറയുക ഒന്നുമില്ലാത്ത രീതിയിൽ. കാരണം എന്താ പറയുക, വില്ലനെ വരും തമ്മിലുള്ള കണക്ഷൻ പോലും ഇതിൽ കാണിക്കുന്നില്ല. എന്താണെന്നൊരു തീരെ മനസ്സിലാവുന്നില്ല പടം. നല്ല പടമാണ്. ലൈക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇടയ്ക്ക്, പക്ഷേ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. വിക്രം അടിപൊളിയാണ്, ശ്രീനിധി ആയാലും അടിപൊളിയായിട്ടുണ്ട്. ലൈക്ക് ഓവറോൾ ഞാനൊരു 10 റേറ്റ് കൊടുക്കുന്ന ഒരു ടൈപ്പ് പടം. അടിപൊളി പടം. മേക്കിംഗ് അടിപൊളിയാണ്, കാണണം എല്ലാവരും. പിന്നെ കുഴപ്പമില്ലാത്ത സ്റ്റോറിയാ, വെറൈറ്റി ആയിട്ടുള്ളതാണ്. പക്ഷേ മേക്കിംഗ് ഭയങ്കര ബോറായിപ്പോയി. നമുക്ക് എന്താ പറയുക, ഭയങ്കര അലമ്പ് വീരിങ്ങാണ്. ഫൈറ്റിൻ്റെ ഇടയിലൊക്കെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കുത്തിക്കയറ്റി അത് ബോറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യമില്ല. ആക്ടിങ് കൊള്ളാം വിക്രത്തിൻ്റെ, വെറൈറ്റി, നല്ല അടിപൊളി ആക്ടിങ്ങാണ്. അതങ്ങനെയാണല്ലോ, ഒന്നും പറയാനില്ല, ബോറാണ്. പാട്ടൊന്നും ഇങ്ങനെ എടുത്തുന്ന് ആലോചിക്കണേ. ആ ഭയങ്കര ലേഖാണ്. ഫൈറ്റ് ഒന്നും ഇല്ല ഓൾറെഡി. ഫൈറ്റ് ഇല്ല, അത് ലേഖടിപ്പിച്ച് വലിച്ചു നീട്ടി പോവാണ്. അങ്ങനെ ഞാൻ അധികം പറയുന്നില്ല എന്നെ. പല വേഷത്തിലുള്ളത് വേഷവും ഇതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഒരു സ്ക്രിപ്റ്റ് കയ്യിൽ പോയ പോലെയുണ്ട്. ഒരു അവസ്ഥയാണ് പ്രതീക്ഷിച്ച പോലെ. കുഴപ്പമില്ല. പടം നല്ല പടം. അടിപൊളി സൂപ്പർ. നല്ല പടം. പടം കുഴപ്പമില്ല. അടിപൊളി പടമാണ്. പടം കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ വിചാരിച്ച പോലൊക്കെ ഒരു കുറേ എത്തി. ആക്ടിങ് ഒക്കെ നന്നായിട്ടുണ്ട്, അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടമായില്ല. ഫസ്റ്റ് ഹാഫ് ലാഗില്ല, സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വിചാരിച്ചത്ര ശരിയായില്ല. നമ്മുടെ ഡയറക്ടറിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ആദ്യത്തെ 2 സിനിമയുടെ അത്ര വന്നിട്ടില്ല, മൂന്നാമത്തെ. പിന്നെ ആക്റ്റീവ് മാത്രം കൊള്ളാം വിക്രത്തിൻ്റെ. ആകെ മൊത്തം BGM കുഴപ്പമില്ല, പക്ഷേ ലാഗ് ഉണ്ടായിരുന്നു. 3 മണിക്കൂറാണ് പഴയ. ലാഗ് ഉണ്ടായിരുന്നു. കാശ് മുതലായില്ല. പടം ഇൻട്രോൽ സീൻ അടിപൊളിയായിരുന്നു, ക്ലൈമാക്സ് പോരാ. മേക്കിങ് പെർഫോമൻസ് അടിപൊളിയായിരുന്നു വിക്രത്തിൻ്റെ. പക്ഷെ മേക്കിങ് ആ ഒരു ക്ലൈമാക്സ് പോയി. പാസം കയറ്റിയിട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല. പാസം പിന്നെ 3 മണിക്കൂറാണ് പടം. അത് ഒരുപാട് നല്ല ലാഗുണ്ട്. BGM അടിപൊളിയാണ്. എ റഹ്മാൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അടിപൊളി BGM വർക്കായിരുന്നു. 7 ഗെറ്റപ്പിൽ വരുന്ന പടാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഗെറ്റപ്പ് സീനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ തീർത്തു. അത് നല്ല രീതിയിൽ അവർ അവതരിപ്പിച്ചു. മേക്കിംഗ് വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ ലെങ്ത്തും ഉണ്ട്, ലാഗ് പോയി ഇവിടെ മൊത്തത്തിൽ. നല്ല പടം കണ്ടിരിക്കും. ലാഗായിട്ട് തോന്നിയില്ല. 3 മണിക്കൂറൊക്കെയാണ് പടം. ലാഗായിട്ട് വലിയ വിക്രമിൻ്റെ പെർഫോമൻസ് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. BGM ഒക്കെ പക്ക പൊളി. മേക്കിംഗ് കുറച്ച് പറയാൻ പോകുന്നുണ്ട്. പടം അടിപൊളിയാണ്, നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ല സിനിമ. എടുത്തു പറയേണ്ടത് എ റഹ്മാൻ്റെ BGM. അന്യായ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ നല്ല ലെവലിൽ പോയിട്ടുണ്ട് BGM. പിന്നെ വിക്രമിൻ്റെ ഷോ തന്നെയാണ് പടം. അവസാനം ഒരു 10 മിനിറ്റ് കുറച്ച് ലാഗായി തോന്നി. ക്ലൈമാക്സ് സെക്ഷൻ ഭയങ്കരമായിട്ട് ഒരു പാസ്സൊക്കെ കയറി വന്നു കൂടുതലായിട്ട്. അത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പടം, കണ്ടിരിക്കാം. ട്രെയിലർ കണ്ടപ്പോൾ വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഇതിലെ വന്നേ, പക്ഷേ വിചാരിച്ചത് നന്നായിരുന്നു പടം. പടത്തിൻ്റെ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ വിക്രത്തിൻ്റെ പേര് അത് തന്നെയാണ് മെയിൻ. ആ ഒരു പെർഫോമൻസ് ആണ് വേണ്ടി വന്നത്, അത് കിട്ടി നല്ലപോലെ. അന്യൻ്റെ റെഫറൻസൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെഗറ്റീവ് തോന്നിയത് കഥ അത്ര പോരാ, പിന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ
റോഷൻ മാത്യുയുടെ ഒരു വില്ലൻ വേഷവും അത്ര ഒരു പോരായ്മ തോന്നി. അത് ഒന്നുമില്ല. സൈക്കോ കുറച്ച് കോമഡി പോലെ തോന്നി സൈക്കോ ആണെങ്കിൽ. അതാണ് ഉണ്ടായത്. സൈക്കോ ആണ്, പക്ഷെ കോമഡി പോലെ തോന്നി ചെയ്തത്. ബി ജി എം ഒക്കെ നൈസാണ്, അതൊന്നും കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ ഇർഫാൻ പത്താനും നൈസായിട്ട് ചെയ്തിട്ടുണ്ട് റോള്. ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. ക്ലൈമാക്സ് ഒരു ഇമോഷണലായി പോയി. അതാണ്, അതായത് പാസം കൂടുതൽ വന്നു എന്ന് പറയുന്നത്. അങ്ങനെയുണ്ട്. പാസത്തിൻ്റെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് വേറെ സിനിമകളുടെ ഒക്കെ കുറച്ച് തോന്നി. എന്നാൽ പടം കണ്ടിരിക്കാം, കുഴപ്പമില്ല. 3 മണിക്കൂറിന് ഒരു ബോംബ്. അതായത് ഇപ്പോൾ ക്ലൈമാക്സിൽ കുറേ ആൾക്കാർ പറഞ്ഞു പാസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. ക്ലൈമാക്സ് എങ്ങനെയും കഴിഞ്ഞ് ഇറങ്ങി വന്നാൽ മതി എന്നായിരുന്നു തോന്നുന്നില്ല. മേക്കിംഗ് ഒന്നും കൊള്ളില്ല. മേക്കിംഗ് അല്ല, ഭയങ്കര ലാഗ്. ഒരു 3 മണിക്കൂർ എന്തൊക്കെയോ കുറേ ഇമോഷണൽ എന്തൊക്കെയോ കാട്ടാൻ നോക്കിയത്. പണ്ട് ഇതുപോലെ കഥ വന്നിട്ടുണ്ട്, മന്മഥ സിനിമ കണ്ടാൽ മതി. അന്യൻ്റെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അന്യം പോലെ ഒന്നും വന്നില്ല. അത് നമുക്ക് കണ്ടറിയണത്. സിനിമ കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടെ നന്നായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നന്നായിരുന്നു തോന്നി. ക്ലൈമാക്സ് കുറച്ചുകൂടെ നന്നായിരുന്നു തോന്നി. ഈ 3 മണിക്കൂർ പടം എന്നൊക്കെ കേട്ടു. കുറച്ച് ലാഗ് ഉണ്ട്, ചെറിയ ലാഗ് ഉണ്ട്. ഇതിന് സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ സ്ലോ ഉണ്ട്, പക്ഷേ ഫസ്റ്റ് ഹാഫിലത്തെ കുറച്ച് ഹാഫൊക്കെ കുറച്ച് രസമായിരുന്നു പടം. ഫസ്റ്റ് കുറച്ച് സീൻസൊക്കെ രസമായിരുന്നു, പിന്നെ കുറച്ച് സ്ലോ ആയി പടം. ഈ തമിഴ് സിനിമകൾ നോക്കുമ്പോൾ വ്യവസായത്തെ കുറിച്ചിട്ടൊരു കാലം പറഞ്ഞു വന്നു. ഇപ്പോൾ പാസത്തെ കുറിച്ചിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പാസ് നന്നായി കൂടിയത്. പാസം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സിനിമകളും ഉണ്ട്, വലിമയിലുണ്ട്. ഇതിലും ഈ സംഭവം തന്നെയാണ് കുറച്ച് സെക്കൻഡ് ഹാഫിൽ കൂടുതലായത്. അതില്ലാതെ ഈ പറഞ്ഞ കുറേ ത്രില്ലർ പോലെ പടം പോകുകയാണെങ്കിൽ കുറച്ചുകൂടി രസമാണ് പടം. ബി ജി എമ്മും സോങ്സും കുഴപ്പമില്ല. സോങ്സ് തുമ്പിതുള്ളലും പാട്ടുകളൊന്നും രസമുണ്ട്, എല്ലാ പാട്ടുകളും രസമുണ്ട്. ബി ജി എംസ് നൈസാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു പടമല്ല. പടം കൊള്ളാം, നൈസ് പടം, വാച്ചബിൾ. മേക്കിംഗ് ടോപ്പ് നോച്ച് മേക്കിംഗ് ആണ്. സ്റ്റോറി വൈസ് വലിയ പുതുമയൊന്നും ഇല്ല. റോഷൻ മാത്യു റോഷൻ മാത്യു വലിയ കുഴപ്പമില്ല, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ക്ലൈമാക്സ് നൈസാണ്.